അപ്പോൾ ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, കുരുമുളക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇടുക കേട്ടോ. കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുക. ഉപ്പിടാൻ മറക്കരുത്, ഉപ്പിടണം. അങ്ങനെ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുന്തിരിയും സവാളയൊക്കെ വറുത്ത് വെച്ചു. എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ സവാളയൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ അരിഞ്ഞ് വെച്ച ബീൻസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സോയാബീൻ ഉപ്പൊക്കെ പുരട്ടി വെച്ചതാണ് അതുകൂടി അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം, സോയാബീനിലൊക്കെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് തുറന്നതിന് ശേഷം ഉപ്പിടാൻ മറക്കരുത്, ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിടാൻ വൈകിട്ടാണ്, അതുകൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് തുറന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം റൈസ് വേവിച്ച് വെച്ചത് അതിലേക്ക് ഇടുക. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നേരത്തെ മാറ്റി വെച്ച ആ മസാല അതുകൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ഇടുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാൻ ചെയ്തത് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി വന്ന കോളിഫ്ലവറൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുന്തിരിയും സവാളയും ഫ്രൈ ചെയ്തത് അതിലിട്ട് കൊടുക്കട്ടോ. അണ്ടിപ്പരിപ്പ് ഇട്ടാൽ ആരും കഴിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അതിടാത്തത്. എന്നിട്ട് കുറേ സമയം അടച്ച് വെച്ചാൽ നല്ല അടിപൊളി ബിരിയാണി റെഡിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നവരാത്രി നോൽമ്പ് കഴിയുന്നവരെ ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. വെജിറ്റബിൾ ബിരിയാണിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത് കേട്ടോ.